പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതുപോലുള്ള കിടിലൻ ആർട്ട് വർക്ക്സ് കാണാറുണ്ട്. ചിലത് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നതായിരിക്കും, ചിലത് കളർ പെൻസിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്തുകൂടാ? അതെ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലൊരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പെൻസിൽ സ്കെച്ചിങ് ക്ലാസ്സിൻ്റെ 5ാമത്തെയും അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലൊരു ആർട്ട് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആർട്ട് വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്കോളർ എന്നുള്ള ബ്രാൻഡിൻ്റെ ഗ്രേവൽ എന്ന സ്കെച്ച് ബുക്കാണ്. ഇത് ഗ്രേ കളർ സ്കെച്ച് ബുക്കാണ്. ഇത് വരുന്നത് A4 സൈസ് 170 GSM 40 ഷീറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. 400 രൂപയാണ് MRP റേറ്റ് ഉള്ളത്. ഈ ഒരു പേപ്പറിൻ്റെ കളർ ഈ ഒരു ഗ്രേ കളർ ആയിരിക്കും. പിന്നീട് നമുക്ക് ആവശ്യം 2 പെൻസിൽസാണ്. ഒന്ന് ഒരു ചാർക്കോൾ പെൻസിൽ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഒരു ഡാർക്ക് കളറുള്ള പെൻസിലായാൽ മതി. 8B 10B പെൻസിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു യെല്ലോ കളറുള്ള പെൻസിൽ. ഇത് ഡോംസിൻ്റെ കളർ പെൻസിലാണ്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ പെൻസിൽസായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സ്കെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. ഔട്ട്ലൈൻ നമ്മൾ വളരെ ലൈറ്റായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും ഔട്ട്ലൈൻ ചെയ്യാം. ഈ ഒരു പിക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഇതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടല്ല, കുറച്ചും കൂടി ഒരു കാർട്ടൂണിഷ് പോലെയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ് അപ്പോൾ ഒരു ബേസിക് ഷേപ്പിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വളരെ ലൈറ്റായിട്ട് നിങ്ങൾ സ്കെച്ച് ചെയ്യുക. പിന്നെ അത് ഷേപ്പെല്ലാം കറക്റ്റ് ആകുമ്പോൾ മതി നമ്മൾ ലൈൻ വെയിറ്റ് കൂട്ടിയും കുറച്ചും കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ഇട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഹെഡ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഹെഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഇങ്ങനെ ലോങ് ആയിട്ട് ഉള്ള ഒരു ഷേപ്പാണ്. അതിൻ്റെ ഒരു ചെരിവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഷേപ്പിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. ഇനി ചെവി വരയ്ക്കാം. ചെവി ഇവിടെ നിന്ന് ഈ താടിയിലിൻ്റെ അവിടെ നിന്ന് കുറേ മുകളിലോട്ട് കയറിയിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെവി വരയ്ക്കുന്നുണ്ട്. കണ്ണിൻ്റെ പൊസിഷൻ നോക്കുക. കണ്ണിൻ്റെ പൊസിഷൻ ഈ ഒരു ആംഗിളിലാണ് വരുന്നത്, ഇവിടെ ആയിട്ടാണ് വരുന്നത്. മൂക്ക് ഇവിടെ വരും, ചുണ്ട് ഇവിടെ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാണ് വളരെ ലൈറ്റായിട്ട്. കാരണം നമുക്ക് ഉറപ്പില്ല ഇതെല്ലാം കറക്റ്റാണോ എന്ന്. വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിടാണ്. മൂക്ക് കുറച്ച് ബിഗ്ഗാണ്, അതുപോലെ തന്നെ വരയ്ക്കുക. നമുക്ക് ഇത് എക്സാക്ട്ലി മുഖച്ചായി കിട്ടണമെന്നില്ല, പക്ഷേ ആ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. പിന്നെയുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള താടിയിലാണ്. നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോ ഉണ്ട് പുള്ളിക്ക്. ഇനി ഹെയറിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വരയ്ക്കാം. സ്റ്റെപ്പ് 2 പാരലൽ ഹാച്ചിങ് ആണ്. നമ്മൾ പെൻസിൽ വെച്ചിട്ട് തന്നെ പാരലൽ ഹാച്ചിങ് വഴി ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ ചെറിയൊരു ഇൻഡിക്കേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ചിത്രം കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗിയിൽ കാണപ്പെടും. അതുകൊണ്ട് സ്റ്റെപ്പ് 2 പാരലൽ ഹാച്ചിങ്. ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ഇനി നമ്മൾ ഫേസിൽ വെളിച്ചം വീഴുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്പിൽ വെളിച്ചം വീഴുന്നുണ്ട്. മൂക്കിൻ്റെ ഈ ഒരു ഷേപ്പിൽ വെളിച്ചം വീഴുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട്, പിന്നെ ചുണ്ടിൻ്റെ മുകളിലായിട്ട് ഈ അടിഭാഗത്ത് ചുണ്ട്, പിന്നെ ഈ ഒരു ഭാഗത്ത്. അത്രയും ഭാഗത്താണ് വെളിച്ചം വീഴുന്നത്. ഇനി വെളിച്ചം വീഴുന്ന ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗം, അതായത് ഷെയ്ഡ്സ് ഉള്ള ഭാഗം നമ്മൾ പാരലൽ ഹാച്ചിങ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ചെറിയ ലൈൻസ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് ചെരിച്ച് ചെറിയ ലൈൻസ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഇത് ടൈം എടുത്തിട്ട് പെൻസിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിലൊന്ന് നല്ലോണം ഒന്ന് ഷാർപ്പൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തലയിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കിയിട്ട് നമ്മൾ ലൈൻസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലൈൻ വെയിറ്റ് കൂട്ടിയും കുറച്ച് നല്ല രീതിയിലൊരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് നല്ല രീതിയിൽ ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റിയലിസ്റ്റിക് അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു കാർട്ടൂൺ പോലെ നമുക്ക് അതിനെ ഒരു മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ലൈൻ വെയിറ്റ് കൂട്ടിയും കുറച്ചും ഔട്ട്ലൈൻസ് ഒന്ന് ചെയ്തെടുക്കുക. ഒരുപാട് ഡീറ്റെയിലിംഗ് വേണ്ട, നമ്മൾ ഒരുപാട് റിയലിസ്റ്റിക് ആക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് ഡിഫൈൻഡ് ആക്കി കിട്ടിയാൽ മതി. ഇനി വേണമെങ്കിൽ ഒരു ലെവലും കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ പാരലൽ ഹാച്ചിങ് ചെയ്യാം. ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷാഡോ. ഇപ്പോൾ നമ്മുടെ തലമുടിയൊക്കെ വരുന്നത് നല്ല ഡാർക്ക് കളറല്ലേ, ഡാർക്ക് ബ്ലാക്ക് അല്ലേ. അങ്ങനെ ബ്ലാക്ക് തോന്നുന്ന സ്ഥലത്ത് ഒരു ലെവലും കൂടി, ഒരു ലെയറും കൂടി നമുക്ക് പാരലൽ ഹാച്ചിങ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യുന്ന പോലെ അടുപ്പിച്ച് ചെയ്യേണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ലൈൻസ് വെച്ച് ചെയ്താൽ മതി നമുക്ക്. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഷർട്ടിലുള്ള പാറ്റേൺസ് നമ്മൾ ചെയ്യുന്നില്ല, അതിന് പകരം അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കിയിട്ട് ചുളിവുകളുള്ള ഭാഗത്ത് പാരലൽ ഹാച്ചിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഷർട്ടിൽ അധികം ചുളിവുകളില്ല, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അത് ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വർക്കിന് ഭംഗി കിട്ടണമെങ്കിൽ സെയിം ഡയറക്ഷനിലേക്ക് പാരലൽ ഹാച്ചിങ് ചെയ്യുക. അപ്പോൾ ഈ ചെരിവാണെങ്കിൽ ഈ പിക്ചറിൽ മൊത്തം ആ ചെരിവ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഇങ്ങോട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ പിക്ചർ മൊത്തമായിട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് പെൻസിലൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. ഹാച്ചിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ലൈറ്റ് ആൻഡ് ഷാഡോ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് 3യിലാണ് നമ്മൾ യെല്ലോ പെൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ആർട്ട് വർക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് വരുന്ന ഒരു യെല്ലോ പെൻസിൽ എടുക്കുക. ഞാൻ ഡോംസിൻ്റെ യെല്ലോ കളർ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലൈറ്റ് വീഴുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഡയറക്റ്റ് ലൈറ്റ് വീഴുന്ന ഭാഗങ്ങൾ, അവിടെ നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ഒരുപാട് സ്ഥലത്ത് കൊടുക്കേണ്ട, നമുക്ക് ചെറിയ കട്ടിയുള്ള ലൈൻസ് പോലെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം കൊടുത്താൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലൈറ്റ് വീഴുന്ന രീതിയിലാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രേ പേപ്പറിൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിലേക്ക് യെല്ലോ കളറും കൂടി വരുന്ന സമയത്ത് പെട്ടെന്നൊരു 3D എഫക്റ്റ് നമ്മുടെ പിക്ചറിന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നോർമൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ വരച്ചാൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഒരു ഗ്രേ അല്ലെങ്കിൽ ഇപ്പോൾ കാർഡ്ബോർഡിൻ്റെ കളറുള്ള പേപ്പറിലൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതാണ്.
കണ്ടോ? അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് ചാർക്കോൾ പെൻസിലും ഒരു യെല്ലോ കളർ പെൻസിൽ അതുപോലെ തന്നെ ഗ്രേ പേപ്പറിലാണ് ചെയ്തത്. അപ്പോൾ ഈ 3 മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ ചിത്രം വരച്ചെടുക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത പാരലൽ ഹാച്ചിങ്ങും അതുപോലെ തന്നെ നമ്മളിട്ട സ്കെച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ലൈൻ വെയിറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് സ്കെച്ച് ഇട്ടത്. മൊത്തത്തിൽ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിയലിസ്റ്റിക് വരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ പിക്ചർ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.